ഹായ്, നന്ദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ ട്രിപ്പ് അല്ലേ, നമ്മളിപ്പോ എത്താറായിട്ട് ഇനി 1 മണിക്കൂർ കൂടെയുള്ള നമ്മള് കൊറേ നാൾക്ക് ശേഷം ട്രിപ്പ് വരുന്നത്. നമ്മള് പിന്നെ ലൈറ്റ് ആയിട്ട് ഇറങ്ങിയിരുന്നു, പിന്നെ ഇടയിൽ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ കയറിയപ്പോ നല്ല വൈകി. എന്നാലും കുഴപ്പമില്ല, 6:30 6:45 നമ്മളവിടെ എത്തുട്ടാ. അപ്പൊ നമ്മൾ പറക്കാട്ടാണ് കേട്ടെന്ന് റൂം എടുക്കണത് അല്ലേ. ഞങ്ങക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് കഴിഞ്ഞ അവിടെ അപ്പൊ നമ്മുടെ ഇടയിൽ ഒന്ന് കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. അപ്പൊ പോവാ നമുക്ക്. കോഫി കുടിച്ചു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയാം. പേരൊന്നും പറയുന്നില്ല, ഇഷ്ടപ്പെട്ടില്ല പറയും. ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പിന്നെ കടയുടെ പേരൊന്നും പറയുന്നില്ല. കേറിയതാണ് സത്യത്തില്. പിന്നെ നമ്മളൊന്ന് കുടിച്ച് പോന്നു. പിന്നെ നമുക്ക് പോവാം. ഞങ്ങൾ എത്തിയിടൊന്നായി. കൊറേ നാളായിട്ട് ട്രിപ്പ് കണ്ടിന്യൂസിന് വരാത്തത്. കൊറേ നേരം ഇരിക്കുമ്പോ അടുത്ത് തരുന്നില്ല വണ്ടിയിൽ. ഞാൻ അവിടെ എത്തിയാൽ മതി എന്നായിട്ടാ. അപ്പൊ പോവാം നമുക്ക്. അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ പറക്കാട്ട് റിസോർട്ടിൽ എത്തിയിട്ടാണ്. നമ്മൾക്ക് നേരത്തെ ചെക്ക് ഇൻ ചെയ്യേണ്ടായിരുന്നു, ഞങ്ങൾ ലൈറ്റ് ആയതാണ്. അപ്പോൾ അവർ അവിടെ നല്ല വെൽക്കമിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നമുക്ക് മാലയും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു കേട്ടോ അവർ. പക്ഷേ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ. ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ ഈ കുറിയൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ട് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ റൂമിൻ്റെ അപ്രൂവലിനും കാര്യങ്ങളായിട്ട് നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ അവർ കൊടുന്നു, അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്നിട്ട്. അതാണ് ഇങ്ങനെ കുറേ വീഡിയോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ DJ-യിലേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ഡാൻസും എൻജോയ്മെൻറ്റും. നമ്മൾ ലൈറ്റായി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഉണ്ടായിട്ടോ. അവിടെ പിന്നെ ഒരു ഉണ്ണിയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നാണം കുടുങ്ങികളായതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് ഒന്നും കളിച്ചില്ല. ഏട്ടൻ ചെറുതായി കളിച്ചു, ഞാൻ അങ്ങോട്ട് നീങ്ങി നിന്നിട്ടോ. എനിക്കിങ്ങനെ കുറേ പേരിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ചമ്മലാണ്. നമ്മുടെ ഫാമിലി കുറേ പേരുണ്ടെങ്കിൽ ഞാൻ കളിക്കും. ഞങ്ങൾ പിന്നെ 2 ആൾ ഒറ്റയ്ക്കല്ലായിരുന്നേ. അപ്പോൾ ഞങ്ങളങ്ങനെ കളിച്ചൊന്നുമില്ല. ഏട്ടൻ ചെറുതായിട്ട് അങ്ങനെ കുണുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായി അവിടെ അല്ലേ. ഞാനൊട്ടും കളിച്ചില്ല. പിന്നെ നമ്മുടെ അവിടെ വ്ളോഗേഴ്സൊക്കെ ഉണ്ടായി. അപ്പോൾ അവരോടൊന്ന് പോയി സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ പിള്ളേരാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് എന്ന് പറഞ്ഞാൽ പറ്റൂല, അവിടുത്തെ അത്രയും ഫുഡുണ്ട്. നമ്മൾ മെയിനായിട്ട് അവിടേക്ക് പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അത്രയും ടൈപ്പ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം എടുത്തു കേട്ടോ. ഞങ്ങൾ മാക്സിമം എല്ലാം എടുത്തു. പക്ഷെ നമുക്ക് 2 ആളുകളുകൊണ്ട് പരമാവധി കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്കൊരു വിശപ്പൊക്കെ വന്നിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ റൈസും നൂഡിൽസൊക്കെ എടുത്തു. ഫ്രൂട്ട്സുമാണ് ഏട്ടൻ്റെ ഫുൾ ശ്രദ്ധ കേട്ടോ. പിന്നെ ഡെസേർട്ടും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എത്ര തരം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 100-ലധികം ഉണ്ടാവുമായിരിക്കും അല്ലേ. അത്രയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചേശം എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വർഷം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ വ്യൂ പോയിന്റ് അവിടെ പോയി കണ്ട് കുറച്ച് വീഡിയോസും എന്താ ഇതെന്താ സെറ്റപ്പ്? കപ്പൽ റൂം ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടാ. സത്യം പറഞ്ഞ ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി റൂമാണ്. കഴിഞ്ഞ വർഷത്ത് അതേപോലെ തന്നെ ഈ വർഷം അടിപൊളി റൂമാണ് കേട്ടാ. നമുക്ക് നോക്കാം റൂം കാണാം. ഇതാണ് ഏറ്റവും ഇഷ്ടമായി. ഞാൻ 1 മിനിറ്റ് ഞാൻ ഓണാക്കട്ടെ കേട്ടാ. ഈ റൂമില് രണ്ടാമത്തത് ഇഷ്ടമായത് ഇതാണ്. ഏറ്റവും ഇഷ്ടമായ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതൊരു അടിപൊളിയാണ് കേട്ടോ സത്യം പറഞ്ഞു. ഇങ്ങനെ റൂമിൽ വളർത്താത്ത ഫീല്. അത് സോഫ എന്ന് പറയുന്നില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ അത് സൗണ്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബെഡ് നല്ലൊരു ബെഡ്, നല്ല ബെഡ്, റൗണ്ട്
ടി വി, അവിടെയാണ് വാഷ്റൂം വരുന്നത്. വാഷ്റൂം, നല്ല ഗോൾഡൻ അല്ലേ? പിന്നെ എവിടെ നോക്കിയാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് എവിടെ നിന്നാണ് ഫുള്ള് ഗ്ലാസ്. ഇവിടെ ഗ്ലാസ്, ഇവിടെ ഗ്ലാസ്. ഞങ്ങൾ ഗ്ലാസ്സിലുണ്ട്. ഞങ്ങൾ സ്ഥിരം നമുക്ക് വേറെ റീലൊക്കെ എടുക്കാൻ നല്ല സുഖമായിട്ട് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. എന്താ അത് അടിപൊളി ഗ്ലാസ്. വാമൊക്കെ ആയതുകൊണ്ട് ഇപ്പാണ് ഷർട്ടും ജീൻസും കാണുന്നെ. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ ഗ്ലാസാ. ഇതെന്തത് ഇവിടെ ഗ്ലാസ്സാണ്. ഇനി നമ്മുടെ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഈ റൂമിന് ഏറ്റവും ഇഷ്ടമായ സംഭവം ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മൾ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല പ്രൈവറ്റ് സ്കൂള്. Oh man. ഒരു രക്ഷയില്ലാണ്ടാ. ഞാൻ തുള്ളിച്ചാടും. ശരിക്കും നമ്മൾ ഇന്ന് വരുമ്പോ ഒരു 7:30 ആയതുകൊണ്ട് നമുക്ക് പൂളിന്റെ ടൈം കഴിഞ്ഞിട്ടായി. 7-8 മണിയായിട്ട്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ പൂള് കളാൻ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം അല്ലേ? അടിപൊളിയാണ് കേട്ടാ. ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എത്ര നേരം നിന്നാലും പഠിക്കില്ല. എവിടെ നോക്കുമ്പോൾ ഒരു ഗോൾഡൻ ടച്ചാണ് അല്ലേ? ഫുള്ള് ഗോൾഡ്. ഗോൾഡ് നല്ല ഗോൾഡ് ടച്ചാണ് ഗ്ലാസ്. അടിപൊളിയാണ്. സെറ്റ്. ഇനി പുറത്ത് കുറെ കാഴ്ചകളുണ്ട് കേട്ടോ. വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുട്ടായോണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അപ്പൊ അങ്ങനത്തെ വേളാണ്. ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവാണ്. പിന്നെ രണ്ടാളും ചാടാൻ പോകണം. ചാടല്ലേ? സെറ്റല്ലേ? പൊളിയല്ലേ? അപ്പൊ ഇന്ന് എത്തിയപ്പോ ഇത്ര നേരായി. ഫുഡ് കഴിച്ചു. ഡീജെ കഴിഞ്ഞ് പോകുന്നതാണ്. അതിന്റെ ക്ലിപ്പിലൊക്കെ കാണിക്കാട്ടാ. ഏട്ടൻ മെല്ലെ പൂളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് എനിക്കാണെങ്കിൽ തണുത്ത് വിറയ്ക്കുന്ന കാരണം ഇറങ്ങാനുള്ളൊരു മടി. രാത്രി ആയപ്പോൾ ഭയങ്കര തണവായിരുന്നു കേട്ടോ നമ്മുടെ റൂമിൽ തന്നെ. ഏട്ടൻ തന്നെ തണുത്ത് വിറച്ചിട്ടാണ് ഈ നടക്കുന്നത്. അതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ എനിക്ക് ഒരുങ്ങി, ഏട്ടനെ എനിക്ക് ഒരുങ്ങിയില്ല കേട്ടാ. പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷെ രാവിലെ വെയിലുണ്ടെങ്കിലും രാത്രി നല്ല തണുപ്പുണ്ടായി. AC ഇട്ടില്ല, ഫാൻ ഇട്ടില്ല, എന്നിട്ടും കിടുങ്ങിയിരുന്നു. തണവുണ്ടായിട്ടാ. ഇപ്പോഴും ചെറിയ കാറ്റുണ്ട്. ഇന്നലെ പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും. വേണമെങ്കിൽ ഇതുണ്ട്. പക്ഷെ നമ്മൾക്ക് നടക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ നല്ല നടന്ന് കയറാണ്. ഇപ്പൊ കുറച്ച് വെയിൽ ഉദിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോ കുറച്ച് വെയിൽ 9:30. അതുകൊണ്ടാണ് വെയിൽ. എന്താ വെച്ചാൽ ഇന്നലെ ഉറങ്ങാൻ വൈകി. ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് കിടന്നു അല്ലേ? ഞാനൊരു 12:30 ഇങ്ങനെ ഉറങ്ങി. ഉറക്കം വന്ന് ഉറങ്ങണ്ടേ? അയ്യോ, നടന്നു വയ്യാണ്ടായി. ഞാൻ അപ്പുറത്തേക്ക് ഇറക്കണം കേട്ടോ. ഇതേ വണ്ടി വരുമ്പോഴേക്ക് പ്രശ്നം. വാ, എന്തോ സംശയം. ഞാൻ എൻ്റെ ചെരുപ്പ് പണി വന്നു. ഇങ്ങനെ മേലേക്ക് കയറണം കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ കയറണം. Maybe I'm weak, but it took half a year to get over you. Or maybe I'm good at pretending that I moved on. I know that we got a lot of the same friends, and soon enough there come a weekend when we just not bring it up. Yeah, maybe I'm weak, but it's taking too long to get over you. I'm not ready to meet you again.
ഹായ് ഫൈന ഫുഡ് ഡേ കഴിഞ്ഞു. നമ്മളിതാ ഇവിടെ നിൽക്കണം. ഇവിടെ ഇവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ആക്കണേ. ഇപ്പൊ എങ്ങാണ്ട് പാർക്കാ പിള്ളേരുടെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാര്യമില്ല. പിള്ളേരുടെ പാർക്കാണ്. പിള്ളേരുടെ ആയിരുന്നില്ല, പിള്ളേരായിട്ട് വരാന്നെങ്കിൽ അതൊക്കെ ഇവിടെ കാര്യമില്ല. അവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാൽ കാണാൻ നമ്മള് പക്ഷെ കഴിഞ്ഞ വർഷം ആ പൂളിൽ പോയില്ല. എടുക്കാണ് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു നടത്തിച്ചതാണ് ഏട്ടന്. അടിപൊളിയല്ല ഏട്ടാ അത്. ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടാ. പോകുമ്പോ ജീപ്പിന് പോവാം. ഇവിടെ ഒരു ആനയുണ്ട്. ആനക്കൊമ്പോ പിടിക്കണം എന്റെ കൊറേ നാളത്തെ ആഗ്രഹം. ഞാൻ പിടിക്കട്ടെ. ആഹാ, എന്തോ കോഴികളാണ് തോന്നുന്നത്. ആ അതും തനതും തന ആ സത്യം പറയാലോ, ഇപ്പാണ് അന്ന് മഴ ആയതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അത് ഇപ്പില്ല. അന്ന് നമ്മളിവിടെ നിക്കാൻ ഭയങ്കര വെള്ളച്ചാട്ടമായിരുന്നു. ആ ഒരു തുള്ളി വെള്ളം അത് ഒറ്റ വെള്ളമില്ല. യാ നടന്നു വന്നത്. നോക്കാം. ആ കാല് ഫുള്ളായി താഴ്ത്തി പോയില്ല. പിന്നെ നെറ്റിക്ക് ഇത് രസമുണ്ടെന്ന് വെച്ചെങ്കിലേ അന്ന് നമ്മ ഇരുട്ടത്തോളം അത്ര ക്ലിയർ ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പാർക്കാട്ടിലേക്ക് ഒന്ന് ചെക്കൗട്ട് ആവാൻ പോണ സമയത്ത് ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് ഒന്ന് കയറിയിട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ജ്വല്ലറി കയറിയിട്ട് നമ്മൾ ലേഡീസ് അല്ലേ, അവിടുത്തെ മാലകളും കാര്യങ്ങളൊന്നും നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതുമാത്രമല്ല അവിടെ ഓരോ രൂപങ്ങൾ, ദൈവങ്ങളുടെ രൂപങ്ങൾ, പിന്നെ ആന, അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അടുത്തങ്ങനെ ഞാനൊരു 2-3 ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നോക്കി. എനിക്ക് ഈ നെക്ലേസ് ഭയങ്കര ഇഷ്ടമായി അല്ലേ. നെക്ക് പീസ് നല്ല ഭംഗിയുണ്ടായിട്ട് കഴുത്തുനിക്ക് നമുക്ക് ഏതൊരു ടൈപ്പ് ഡ്രസ്സിനും ചേർന്ന് പോകും. ഞാൻ സാരിയൊക്കെ എടുത്ത് പോകണമെന്ന് വിചാരിച്ചു, ഈ മാലൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരു ഭംഗിക്ക് അല്ലേ. പക്ഷേ ഈ ഡ്രസ്സിന് വിട്ടിട്ട് എനിക്ക് എൻ്റെ നെക്കിൽ നല്ല ഭംഗി തോന്നിയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കമ്മലും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാണ്. പിന്നെ ഈ ഓർണമെന്റ്സിൻ്റെ പ്രത്യേകത ഞാൻ വാട്ടർ പ്രൂഫാണ്, 2 ഇയർ വാറൻറ്റിയാണ്. പിന്നെ ഏതൊരു സ്കിൻ ടൈപ്പ് ആയിരിക്കും അലർജി ഇല്ലാതെ സേഫായി യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അന്ന് കുറച്ച് മാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ട് മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അതേപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്പേസ് ആണ് മോർണിംഗ് ആയത് ഭയങ്കര രസമാണ് അല്ലേ. ഇവിടെ എവിടെ നോക്കിയാലും ഒരു ഗ്രീൻ വയാണ്. റിസോർട്ട് നോക്കിയാലും പുറത്തേക്ക് നോക്കിയാലും ഒരേപോലെയാണ് അല്ലേ. രാത്രി നിൽക്കാൻ ഭയങ്കര തണുപ്പ്, ഭയങ്കര വെയിലുണ്ടെങ്കിൽ തണുപ്പ് തണുപ്പുണ്ട് കേട്ടോ. നല്ല മൂഡ്. പൊളി 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 കണ്ട വ്യൂ നോക്കണം നോക്കിയേ. അപ്പൊ പറഞ്ഞു വന്നപ്പോ നമ്മുടെ സ്പേസ് കഴിഞ്ഞാട്ടോ പോണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീടിനെക്കാട്ടും രസമാണ് ഇവിടെ.
ഇതൊക്കെയാണ് ഇവിടത്തെ ഏരിയ. നോക്കിയ റിസോർട്ട് നോക്കിയ വ്യൂ നോക്കിയ എവിടെ നോക്കിയാലും പച്ചപ്പും പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണ്. അടിപൊളിട്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എപ്പോഴും വരുന്നത്. വേറെ സ്ഥലം പിടിക്കണില്ല സത്യത്തില് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു റിസോർട്ടിലേക്ക് പോകാൻ ഇഷ്ടം തോന്നില്ല. നമുക്ക് വരിക പറക്കാട്ടാണ്. സെറ്റാണ്. ഇനി അടുത്ത നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, പരിപാടികളൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം പോവാൻ. നമുക്ക് നാളെ ഷൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ. അതെ 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 നിന്നിട്ട് മതിയായില്ല ഇല്ല, ഷൂട്ട് ഉള്ളതുകൊണ്ടാണ്. മാഗി കഴിക്കാം. മാഗി കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരുന്നപ്പോ ഇരിക്കണ വരെ നല്ല തണലായിരുന്നു. ഇരുന്നപ്പോ ഭയങ്കര ഐശ്വര്യം. നമ്മള് കത്തണ്. എത്ര നേരം തണവായിരുന്നു. ഞാൻ സേറ്റ് നീ വരുമ്പോക്ക് വെയിലടിച്ച്. കുഴപ്പമില്ല, കുറച്ച് വെയിൽ കൊള്ളാം. സൺസ്ക്രീൻ തേച്ചിട്ട് ഞാൻ കറക്കോ നെറ്റായി വാങ്ങി. പിന്നെന്താ നമുക്ക് കയ്യിലും ചീർപ്പൊക്കെ വാങ്ങി. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് പോവാം അല്ലേ. അടുത്ത സ്ഥലത്തേക്ക് ഡാമിന്റെ എവിടെയാട്ടെ, എവിടെയാന്ന് പറഞ്ഞ മാട്ടുപ്പെട്ടി ഡാം. അവിടേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര ബ്ലോക്കാ. അത് ഞങ്ങൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് കുറച്ചേരം ഇരിക്കാതെ വെച്ചു. ബ്ലോക്ക് ഒന്ന് മാറിയിട്ട് പോകാതെ വെച്ചു. അതാണ് സാധനങ്ങളൊക്കെ വാങ്ങിറങ്ങിയത് അല്ലേ. പിന്നെ പോണ വഴിയാണ് അല്ലേ. സെറ്റായി ട്രിപ്പ്. പൈനാപ്പിൾ ഉണ്ട്. എന്തു ട്രിപ്പ് മാഗി വെച്ച് അത്ര സെറ്റായില്ല. പൈനാപ്പിൾ കഴിച്ചു. പൈനാപ്പിൾ സെറ്റാ. മാങ്ങാണല്ലോ ഇപ്പൊ. സീസണാണ്. പക്ഷെ മാങ്ങ കിട്ടിയില്ല. അവിടെ ഇത് നോക്കാം. ഞങ്ങൾ എക്കോ പോയിന്റ് എത്തിയിട്ട് കുറച്ച് പൈനാപ്പിൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് ഇങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറേ സ്കൂളിൽ നിന്ന് പിള്ളേരുടെ ട്രിപ്പ് വന്നിട്ട് അവിടെ ഇങ്ങനെ ഫുള്ള് ഒളിയും ബഹളമൊക്കെയാണ്. അതാണ് നമ്മൾ സൗണ്ട് ഇടാഞ്ഞത് കേട്ടോ. ഭയങ്കര ഒളിയായിരുന്നു അവരുടെ എക്കോ പോയിന്റ് അല്ലേ. അപ്പം ഞാൻ കാർന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ തന്നെ ഇരിക്കായിരുന്നു. എനിക്ക് കാലം ആകെ വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. ഞാൻ ഏട്ടൻ അങ്ങനെ പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കണ്ടായി. പിള്ളേർ ഏട്ടൻ്റെ വണ്ടിയിലുള്ള കാറൊക്കെ നോക്കി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് സംഭവങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാരച്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം നോക്കി നിൽക്കലൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബായ്.